ഞാൻ ഇന്നലെ 24 ന്യൂസ് ചാനലിൽ ഒരു ഡിബേറ്റ് കാണുമായിരുന്നു. അതിൽ ഡിസ്കസ് ചെയ്തിരുന്നത് മലപ്പുറം കേരളത്തിലെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള ഡിസ്ട്രിക്റ്റാണ്. അതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ഈസി ആക്കാൻ പുതിയ ഡിസ്ട്രിക്ട് വേണം. ഫെയർ പോയിന്റ്. പോപ്പുലേഷൻ കൂടിയാൽ അഡ്മിനിസ്ട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ചേഞ്ചസ് വേണം എന്ന ആർഗ്യുമെന്റ് മനസ്സിലാക്കാം. പക്ഷേ അതേ മുസ്ലിം ലീഗ് തന്നെ പാർലമെന്ററി ഡീലിമിറ്റേഷനെ ഒപ്പോസ് ചെയ്യുന്നു. റീസൺ പോപ്പുലേഷൻ ബേസായി ലോക്സഭാ സീറ്റ്സ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ കേരളയുടെ റെപ്രസെന്റേഷൻ കുറയും. ഇവിടെ ഒരു മിനിറ്റ് നിർത്തി ചിന്തിക്കും. ഇത് ഹിന്ദു വേഴ്സസ് മുസ്ലിം ഡിബേറ്റ് അല്ല. ഇത് ലെഫ്റ്റ് വേഴ്സസ് റൈറ്റ് ഡിബേറ്റുമല്ല. ഇത് ഒരേ പ്രിൻസിപ്പിൾ രണ്ട് ഡിഫറെന്റ് സിറ്റുവേഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഒരു കമ്പാരിസൺ നോക്കാം. കേരളത്തിലെ ഒരു MP സാധാരണ 13 to 15 ലാക്ക് വോട്ടേഴ്സിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ തെലങ്കാനയിൽ മൽക്കജ്ഗിരി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു MP 37 ലാഖിൽ അധികം വോട്ടേഴ്സിനെ റിപ്രസെന്റ് ചെയ്യുന്നു. കർണാടകയിൽ ബാംഗ്ലൂർ നോർത്തിൽ ഒരു MP 32 ലാക്സിൽ അധികം വോട്ടേഴ്സിനെ റിപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: പോപ്പുലേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ എടുക്കാൻ വാലിഡ് ഫാക്ടർ ആണെങ്കിൽ റീപ്രസെന്റേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതേ ഫാക്ടർ ഡിസ്കസ് ചെയ്യുന്നത് പോലും തെറ്റാണോ? ഞാൻ പറയുന്നത് ഡീലിമിറ്റേഷൻ പെർഫെക്റ്റ് ആണ് എന്നല്ല, ഡിസ്ട്രിക്ട് സ്പ്ലിറ്റ് ചെയ്തതും എന്നുമല്ല. എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ലോജിക് ഒരേപോലെ അപ്ലൈ ചെയ്യുമോ അതോ കൺക്ലൂഷൻ അനുസരിച്ച് ലോജിക് മാറുമോ? ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ്സ്. ബൈ ഫോർ നൗ.